വടകരയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ CPM അവലോകന യോഗം. സ്വകാര്യ ഹോട്ടലിലാണ് യോഗം. KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചർച്ചാ വിഷയം. മണ്ഡലത്തിൽ ചുമതലയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. അജിംസ് വിവരങ്ങൾ നൽകും. അജിംസ്, വടകരയിൽ ജയിക്കുക എന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നം കൂടിയാണ്. ആ നിലക്ക് മുഖ്യമന്ത്രി തന്നെ അവിടെ എത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ഒരു കൂടിയാലോചനാ യോഗം നടക്കുമ്പോൾ എന്തൊക്കെയാണ് അതിലെ അജണ്ടകൾ, ഏതെല്ലാം നിലക്കുള്ള ഒരു പുതിയ പ്രചാരണ ഘട്ടത്തിലേക്ക് CPM-നും LDF-നും കടക്കാനുള്ള പദ്ധതിയുണ്ട്? എങ്ങനെ കാണണം ഇന്നത്തെ ഇപ്പോൾ നടക്കുന്ന യോഗത്തെ? സൈഫുദ്ദീൻ, LDF മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗങ്ങളാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, വടകര മണ്ഡലത്തിൽ സവിശേഷമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും K മുരളീധരന് പകരം ഷാഫി പറമ്പിലൂടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ മുരളീധരനാണ് ശക്തനായ സ്ഥാനാർത്ഥി എന്നായിരുന്നു KK ശൈലജയുടെ ആദ്യ പ്രതികരണം. പക്ഷേ പ്രചാരണം മുമ്പോട്ട് പോകുമ്പോൾ അതിശക്തമായ ഒരു പോരാട്ടമാണ് ഇവിടെ ഗ്രൗണ്ടിൽ ലെവലിൽ നടക്കുന്നത് എന്ന് LDF-ഉം CPM-ഉം തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി ഗൗരവത്തിൽ വടകരയിലെ പ്രചാരണങ്ങളെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു തെരഞ്ഞെടുപ്പ് റിവ്യൂ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ മണ്ഡലത്തിൽ ചുമതലയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ, അത് മന്ത്രി മുഹമ്മദ് റിയാസ് മുതൽ മോഹൻ മാസ്റ്റർ മുതൽ AN ഷംസീർ, P ശശി, P ജയരാജൻ, സതീദേവി തുടങ്ങിയ ഈ പ്രദേശത്തെയും കോഴിക്കോട്ടെയും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഈ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നു എന്നുള്ളതാണ് വടകരയിലെ പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നത്. കാരണം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം പോവുകയാണ്. ഇനി കേവലം 11 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അവസാന ഘട്ടത്തിലാകുമ്പോൾ പ്രചാരണത്തിന് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയല്ല ഗ്രൗണ്ട് ലെവലിൽ എന്ന് മനസ്സിലാകൊണ്ട് കനത്ത പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്നൊരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി ആസൂത്രിതമായ, കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്, അത്തരമൊരു റിവ്യൂ നടക്കേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മുതിർന്ന നേതാക്കളും ഇപ്പോൾ ഒരു രഹസ്യ സ്വഭാവം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു യോഗം ചേരുന്നത്. വടകരയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് അടിയന്തരമായി ഈ റിവ്യൂ യോഗം വിളിച്ചിട്ടുള്ള സൈഫുദ്ദീൻ. ശരി, വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി വടകരയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടിയാലോചനാ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് SA അജിംസ്.